നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോംപ്ലക്സ് ഫംഗ്ഷനെ കുറിച്ചാണ്. കോംപ്ലക്സ് ഫംഗ്ഷൻ. ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് വാല്യൂ കൊടുക്കാൻ പറ്റുന്നതും അതേപോലെ കോംപ്ലക്സ് വാല്യൂ തിരിച്ചു തരാൻ പറ്റുന്നതുമായ ഫംഗ്ഷനെയാണ് നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ അഥവാ കോംപ്ലക്സ് മാപ്പിംഗ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് മാപ്പിംഗ്, നത്തിങ് എൽസ്. ഓക്കെ, a map, a function അല്ലെങ്കിൽ a function which takes complex values and results in complex values. ഓക്കെ, കോംപ്ലക്സ് വാല്യൂ സ്വീകരിക്കുകയും അതുപോലെ തന്നെ കോംപ്ലക്സ് വാല്യൂ തിരിച്ചു തരികയും ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷന്റെ കൂട്ടത്തിൽ സ്പെസിഫിക് ആയിട്ട് ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മുടെ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ബൈലീനിയർ മാപ്പ്. അയാളെ പറ്റിയാണ് സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. കോംപ്ലക്സ് മാപ്പ്, എല്ലാ ടൈപ്പ് കോംപ്ലക്സ് മാപ്പിനെ കുറിച്ചൊന്നും പഠിക്കാൻ പോകുന്നില്ല. ബൈലീനിയർ മാപ്പ്. എന്താണ് ബൈലീനിയർ മാപ്പ്? ബൈലീനിയർ മാപ്പ് is a complex function, is a complex map അല്ലെങ്കിൽ complex function. Complex map of the form t of z is equal to, ബൈലീനിയർ മാപ്പിന്റെ ഫോം ഇതാണ്. t of z എന്ന ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യും. t of z equal to az plus b by cz plus t. az plus b plus cz plus t. where ഇവിടെ ഉപയോഗിച്ചേക്കുന്ന എയും ബിയും സിയും, where എയും ബിയും സിയും ഡിയും എല്ലാം കോംപ്ലക്സ് നമ്പറുകളാണ്, കോൺസ്റ്റന്റുകളാണ്. az plus b by cz plus d ഇവരെല്ലാവരും കോംപ്ലക്സ് നമ്പറുകളാണ്. മാത്രമല്ല ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ആൻഡ് ad minus bc is not equal to 0. ഈ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് എ ഡി ഡയഗണലി വരണേ എ ഇൻറ്റു ഡി മൈനസ് ബി ഇൻറ്റു സി 0 ആകാൻ പാടില്ല. എ ഡി മൈനസ് ബി സി നോട്ട് ഈക്വൽ ടു 0. ഈ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉള്ള കോംപ്ലക്സ് ഫംഗ്ഷനെ നമ്മൾ ബൈലീനിയർ മാപ്പ് എന്ന് പറയും. ഈ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉള്ള കോംപ്ലക്സ് ഫംഗ്ഷനെ നമ്മൾ ബൈലീനിയർ മാപ്പ് എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് യുവർ ബൈലീനിയർ മാപ്പ്. ടി ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ബൈലീനിയർ മാപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരാനുള്ളത് എ സെറ്റ് പ്ലസ് പി ബൈ സി സെറ്റ് പ്ലസ് ഡി. ഈ ഫോമില് എയും ബിയും സിയും എല്ലാം സിയും ഡിയും കോംപ്ലക്സ് നമ്പർ ആണ്. മാത്രമല്ല എ ഡി മൈനസ് ബി സി ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ദാറ്റ്സ് ഇറ്റ്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ടി ഓഫ് സെറ്റ് ഈക്വൽ ടു ഇസഡ്. കാണുമ്പോൾ നിങ്ങൾക്ക് അല്ല എന്ന് തോന്നാം. നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി, കാര്യം കഴിഞ്ഞു. വിച്ച് ഇസ് ഈക്വൽ ടു ഇസഡ് ബൈ 1. പ്രശ്നമില്ലല്ല. ഓക്കെ, ഇസഡ് പ്ലസ് 0 ബൈ 0 ഇൻറ്റു ഇസഡ് പ്ലസ് 1. ഇസഡ് പ്ലസ് 0 പ്ലസ് ബൈ 0 ഇൻറ്റു ഇസഡ് പ്ലസ് 1. ശരിയാണല്ലോ? ശരിയാണ്, അതിൽ ഇസഡ് തന്നെയാണ്. ഓക്കെ, ഇവിടെ എയുടെ വാല്യൂ മുകളിലെ ഇസഡിന്റെ കോഎഫിഷ്യന്റ് ആണ് എയുടെ വാല്യൂ, അതായത് 1. ബിയുടെ വാല്യൂ കൂടെ വരുന്ന കോൺസ്റ്റന്റ്, സിയുടെ വാല്യൂ താഴെ ഇസഡിന്റെ കോഎഫിഷ്യന്റ്, ഡിയുടെ വാല്യൂ താഴെ വരുന്ന കോൺസ്റ്റന്റ്. എ ഡി മൈനസ് ബി സി എ ഇൻറ്റു ഡി 1 ഇൻറ്റു 1 മൈനസ് ബി ഇൻറ്റു സി 0 ഇൻറ്റു 0 1. 1 0 അല്ലല്ലോ, നോട്ട് ഈക്വൽ ടു 0 അല്ലേ? 0 ആണ്. അപ്പോൾ ഇയാള് ഒരു ലീനിയർ മാപ്പാണ്. കണ്ടല്ലോ, ലീനിയർ മാപ്പിന്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ലീനിയർ മാപ്പ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നും. ആ സംശയം മാറ്റിയതാണ് ദാ ഈ കാണുന്നത്. കണ്ടല്ലോ. വേറൊരു മാപ്പ് നോക്കാം. ടി ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 3z plus 1 by 2z plus i. 3z plus 1 by 2z plus i. എയുടെ സ്ഥാനത്ത് 3, ബിയുടെ സ്ഥാനത്ത് 1, സിയുടെ സ്ഥാനത്ത് 2, ഡിയുടെ സ്ഥാനത്ത് i.
AD minus BC 3 into I minus 2. 2 into 1 2. 0 അല്ലല്ല, 0 അല്ല. അപ്പൊ ഇയാളൊരു ലീനിയർ മാപ്പ്, ബൈലീനിയർ മാപ്പ് തന്നെയാണ്. ഇയാളൊരു ബൈലീനിയർ മാപ്പ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. T of Z equal to 3Z minus 1 by 3Z plus 1. കണ്ടല്ലോ, A എന്ന് പറയുന്നത് 3 ആണ്, B മൈനസ് 1 ആണ്, B മൈനസ് 1 ആണ്. ഇവിടെ മൈനസ് 1 ഉണ്ട് കേട്ടോ. ഇവിടെ വെയിറ്റ് ചെയ്യണേ. 3/2 പ്ലസ് 2 എന്നിടാം. 3/2 പ്ലസ് 2. ഓക്കെ, കുഴപ്പമില്ല. 3Z പ്ലസ് 2 ബൈ 3/2Z പ്ലസ് 1. അപ്പോൾ ബി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബി എന്ന് പറയുന്നത് B2 ആണ്. B2 ആണ്. സി എന്ന് പറയുന്നത് 3/2 ആണ്. ആൻഡ് ഡി ഈസ് ഈക്വൽ ടു 1. AD minus BC. AD minus BC. A into D 3 into 1 minus 3/2 into 2 3. 3 minus 3 that is 0. 0 ആയി. അപ്പോൾ ഇയാള് ബൈലീനിയർ മാപ്പ് അല്ല. ഈ പർട്ടിക്കുലർ ആള് ബൈലീനിയർ മാപ്പ് അല്ല. AD minus BC 0 ആകാൻ പാടില്ലായിരുന്നു, ഇവിടെ 0 ആയിപ്പോയി. അതുകൊണ്ട് ഇയാള് ബൈലീനിയർ മാപ്പ് അല്ല. കണ്ടല്ലോ, ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. T of Z is equal to 1 by Z. T of Z equal to 1 by Z. അപ്പോൾ ഇയാളെ ബൈലീനിയർ മാപ്പിന്റെ ഫോമിലേക്ക് ആക്കണം. ഞാൻ അത് ആക്കുന്നത് കാണിച്ചു തരാം. 0Z plus 1 by 1 into Z plus 0. മുകളിൽ 1ഉം താഴെ Z മാത്രമാണ്. ശരിയായല്ലോ. എയുടെ സ്ഥാനത്ത് 0 ആണ്, ബിയുടെ സ്ഥാനത്ത് 1 ആണ്, സിയുടെ സ്ഥാനത്ത് 1 ആണ്, ഡിയുടെ സ്ഥാനത്ത് 0 ആണ്. AD minus BC. AD minus BC is equal to 0 into 0 minus 1 into 1. That is equal to minus 1. അയാൾ 0 അല്ല. അപ്പോൾ ഇയാളും ഒരു ലീനിയർ മാപ്പാണ്, ബൈലീനിയർ മാപ്പാണ്. ഇയാളും ഒരു ബൈലീനിയർ മാപ്പാണ്. കാര്യം കഴിഞ്ഞു. കണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ബൈലീനിയർ മാപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഒരാൾ ബൈലീനിയർ മാപ്പ് ആണോ അല്ലയോ എന്നും കൂടെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാര്യം കഴിഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൈലീനിയർ മാപ്പ്. നൗ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല്, ബൈലീനിയർ മാപ്പ് സിയിലാണ് ഇപ്പോൾ ഡിഫൈൻഡ് ആയിട്ടുള്ളത്, അതായത് കോംപ്ലക്സ് നമ്പറിലാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത്. പക്ഷേ ഇൻഫിനിറ്റി എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സി ഇൻഫിനിറ്റി, ഇൻ സി ഇൻഫിനിറ്റി a bilinear map is defined as, in C infinity bilinear map is defined as. സി ഇൻഫിനിറ്റിയില് ഒരു പ്രശ്നമുണ്ട്. സി ഇൻഫിനിറ്റിയില് എന്താണ് ബൈലീനിയർ മാപ്പിന്റെ ഡെഫിനിഷന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ സി ഇൻഫിനിറ്റിയിൽ ഒരു പ്രത്യേകതയുള്ളൂ, കോംപ്ലക്സ് നമ്പറിലുള്ള എല്ലാ നമ്പരും കൂടെ ഇൻഫിനിറ്റിയും കൂടെ കയറി വരും. ഇൻഫിനിറ്റിയും കൂടെ, ഇൻഫിനിറ്റി നമ്മൾ ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പറായി തന്നെ അങ്ങ് കൺസിഡർ ചെയ്യും. കോംപ്ലക്സ് നമ്പർ, സത്യം പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു നമ്പർ അല്ല, അതൊരു കൺസെപ്റ്റ് ആണ്. നമ്പർ അല്ല, ഒരു കൺസെപ്റ്റ് ആണ്. അൺഎൻഡിങ് ആയി പോകും എന്നുള്ള ഒരു കൺസെപ്റ്റ് അയാളെ ഡിനോട്ട് ചെയ്യാനാണ് ഇൻഫിനിറ്റി ഉപയോഗിക്കുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഇൻഫിനിറ്റി ഒരു നമ്പറായി കാണും. വേറെ ഒന്നിനുമല്ല, നമുക്ക് ഇച്ചിരി പണി ഉണ്ടാക്കാൻ, നമുക്ക് ഇത്തിരി പ്രോബ്ലം ഒക്കെ ചെയ്ത് നമ്മളെ ഇത്തിരി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇൻഫിനിറ്റിയെ നമ്മളൊരു നമ്പറായി കാണും. അപ്പോൾ എന്താണ് ടി ഓഫ് ഇസഡ് അഥവാ നമ്മുടെ ബൈലീനിയർ മാപ്പിന് വരുന്ന ഒരു വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ നമ്മൾ ടി ഓഫ് ഇസഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് AZ plus B by CZ plus D, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇസഡിന് സാധാരണ രീതിയിൽ ഇൻഫിനിറ്റി കൊടുക്കാൻ പറ്റത്തില്ല. ഇൻഫിനിറ്റി ഇതിൻ്റെ അകത്ത് കൊടുക്കുക എന്ന് പറയുന്ന നടപടിയുള്ള കേസല്ല. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾ -d/c, ഇസഡിന് പകരം -d/c കൊടുത്താൽ എന്താകും നോക്കാം. ഞാനത് സൈഡിൽ ചെയ്യാം കേട്ടോ.
z is equal to minus d by c. z equal to minus d by c കൊടുത്താൽ എന്ത് പറ്റും എന്ന് നമുക്ക് നോക്കാം. അതായത് t of minus d by c which is equal to a into z ന് പകരം minus d by c plus b by c into minus d by c z ന് പകരം plus d ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. a into minus d by c അയാൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പ്ലസ് b ഡിവൈഡഡ് ബൈ സിയും സിയും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അത് രണ്ട് ക്യാൻസൽ ആയി പോവും. അവസാനം മൈനസ് ടി മാത്രം വരും, ബാക്കി പ്ലസ് ടി. മൈനസ് ടി ബാക്കി വരും, പ്ലസ് ടി. അപ്പോ സംതിങ് ന്യൂമറേറ്റർ എന്തോ ആണ്, പക്ഷെ ഡിനോമിനേറ്റർ എന്താണ്? ഡിനോമിനേറ്റർ മൈനസ് ഡി പ്ലസ് ടി, അതായത് ഡിനോമിനേറ്റർ 0 ആകും. ഡിനോമിനേറ്റർ 0 ആകും. ഈ ഡിനോമിനേറ്റർ 0 ആകുമ്പോഴല്ലേ ആ ടേം ഇൻഫിനിറ്റി ആയി മാറുന്നത്. ഡിനോമിനേറ്റർ 0 ആകുമ്പോഴല്ലേ ആ ടേം ഇൻഫിനിറ്റി ആയി മാറുന്നത്. ഇൻഫിനിറ്റി ആകും. അതായത് നിങ്ങൾ മൈനസ് ഡി ബൈ സി കൊടുത്താൽ ഇൻഫിനിറ്റി ആകും. നിങ്ങളുടെ എന്താണ് ലീനിയർ മാപ്പില്, നിങ്ങളുടെ ലീനിയർ മാപ്പ് എ ഇസഡ് പ്ലസ് ബി ബൈ സി ഇസഡ് പ്ലസ് ഡി ആണ്. അവിടെ മൈനസ് ഡി ബൈ സി കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആവുകയും അങ്ങനെ ഫംഗ്ഷൻ വാല്യൂ ഇൻഫിനിറ്റി ആയി മാറുകയും ചെയ്യുന്നുണ്ട്. സാധാരണ കേസിൽ നമ്മൾ മൈനസ് ഡി ബൈ സി ഒന്നും ഈ ഫംഗ്ഷനിൽ കൊടുക്കത്തില്ല. കാരണം ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ അൺഡിഫൈൻഡ് ആണ് എന്നാണ് നമ്മുടെ വിചാരം. സാധാരണ രീതിയിലാണെങ്കിൽ ഇൻഫിനിറ്റി ഒരു ഫംഗ്ഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇൻഫിനിറ്റി ഒരു നമ്പർ അല്ല. മാത്രമല്ല മൈനസ് ഡി ബൈ സി ഈ പെർട്ടിക്കുലർ ഫംഗ്ഷനിൽ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഡിനോമിനേറ്റർ 0 ആവുകയും അതുവഴി വാല്യൂ ഇൻഫിനിറ്റി ആവുകയും ചെയ്യും. നമ്മൾ ഇൻഫിനിറ്റി സ്വീകരിക്കുന്നില്ല, അതാണ് നമ്മുടെ തീരുമാനം. കണ്ടല്ല, സ്വീകരിക്കുന്നില്ല, അതാണ് നമ്മുടെ തീരുമാനം. അതുകൊണ്ട് ഈ രണ്ട് വാല്യൂം ഒഴിച്ചായിരിക്കും നമ്മൾ എപ്പോഴും ബൈലീനിയർ മാപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ രണ്ട് വാല്യൂ ഒഴിവാക്കിയിട്ടായിരിക്കും. പക്ഷെ സി ഇൻഫിനിറ്റിയിൽ ഈ രണ്ട് വാല്യൂ നമ്മൾ ഒഴിവാക്കത്തില്ല. ഈ രണ്ട് വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് ഉത്തരം വരുമെന്ന് കൃത്യമായി സ്പെസിഫൈ ചെയ്തിരിക്കണം. നിങ്ങൾ ഇപ്പൊ കണ്ടു, ഇസഡിന് പകരം മൈനസ് ടി ബൈ സി കൊടുക്കുക. അപ്പൊ ഉത്തരം എന്ത് വരും? ഇൻഫിനിറ്റി വരും. നമ്മൾ ഇനി മുതൽ ഇൻഫിനിറ്റി ഒരു നമ്പറായി കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഇൻഫിനിറ്റി ഉത്തരമായി വരും. അതിപ്പോ കണ്ടു, ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ സി. അതില് ഇസഡിന് പകരം മൈനസ് ഡി ബൈ സി കൊടുത്തപ്പോ ഇൻഫിനിറ്റി ആൻസർ ആയി വന്നു. ഓക്കെ ആണ്. ഇനി അപ്പൊ ഇസഡിന് ബാക്കി എല്ലാ ഇസഡ് വാല്യൂസും കൊടുത്തു, മൈനസ് ഡി ബൈ സിയും കൊടുത്തു. ഇനി ഇസഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോ എന്താണ് അവസ്ഥ? അതും കൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാ വാല്യൂവും ഇൻ പർട്ടിക്കുലർ ഇൻഫിനിറ്റിയിലും നമ്മൾ ഡിഫൈൻഡ് ആകും, കാര്യം ഓക്കെ ആവും. കണ്ടല്ല? അപ്പോ ഇൻഫിനിറ്റി കൊടുത്താൽ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാനത് സൈഡ് ചെയ്യുകയാണ്. നമുക്കറിയാം ടി ഓഫ് ഇസഡ് is equal to az plus b by zz plus d. ഇൻഫിനിറ്റി കൊടുക്കുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇസഡിനെ ഒന്ന് കോമൺ ആയി എടുക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ എ മാത്രം ബാക്കിയാവും. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ബി ബൈ ഇസഡ് ആവും. അതുപോലെ ന്യൂമറേറ്ററിലും ബാക്കി ഇസഡിനെ കോമൺ എടുക്കുകയാണ്. ഇസഡ് എടുക്കുന്നു, സി പ്ലസ് ഡി ബൈ ഇസഡ് എന്നാവും. എന്നിട്ട് ഞാൻ ഈ ഇസഡിനെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുമ്പോ എ പ്ലസ് ബി ബൈ ഇസഡ് ഡിവൈഡഡ് ബൈ സി പ്ലസ് ഡി ബൈ ഇസഡ് എന്നാവും. ടി ഓഫ് ഇസഡ് ഇങ്ങനെയായി. ഇസഡിനെ കോമൺ എടുത്ത് ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് വെട്ടിക്കളഞ്ഞപ്പോ എ പ്ലസ് ബി ബൈ ഇസഡ് ബൈ സി പ്ലസ് ഡി ബൈ ഇസഡ് ആയി. കണ്ടല്ല? കുഴപ്പമില്ല. ഇനി നമുക്ക് ഇൻഫിനിറ്റി കൊടുക്കാം. ടി ഓഫ് ഇൻഫിനിറ്റി അപ്പൊ എന്താവും? എ പ്ലസ് ബി ബൈ ഇൻഫിനിറ്റി
divided by c plus d by infinity. a plus b by infinity plus c plus d by infinity എന്നായി. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പണ്ടൊക്കെ എനി നമ്പർ സേ എക്സ് ബൈ 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റിയെ കുറിച്ച് നമ്മൾ ഒരു നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴൊക്കെ പണ്ടേ നോക്കിയിട്ടുള്ള കാര്യമാണ്. എക്സ് ബൈ 0 ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ് അല്ലെ? എക്സ് ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇൻഫിനിറ്റിയൊക്കെ ഒരു നമ്പറായി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിത്തിങ് ബൈ 0 ഇൻഫിനിറ്റി ആണ്. അതുപോലെ എക്സ് ബൈ ഇൻഫിനിറ്റി 0 ആണ്. അതായത് ഇൻഫിനിറ്റി ഇങ്ങോട്ട് എടുക്കുന്നു, 0യെ അങ്ങോട്ട് എടുക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. കണ്ടല്ലോ? അപ്പോ ഈ ബി ബൈ ഇൻഫിനിറ്റിയും ഡി ബൈ ഇൻഫിനിറ്റിയും 0 ആകും. കണ്ടല്ലോ? ബി ബൈ ഇൻഫിനിറ്റിയും ഡി ബൈ ഇൻഫിനിറ്റിയും 0 ആകും. അങ്ങനെ ബാക്കിയാകുന്നത് എ ബൈ സി മാത്രം. എ ബൈ സി മാത്രം. അതായത് നിങ്ങളുടെ ബൈലീനിയർ മാപ്പിൽ നിങ്ങൾ ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ, ഇസഡിന് പകരം ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരമായി കിട്ടുന്നത് എ ബൈ സി ആയിരിക്കും. നിങ്ങൾക്ക് ഉത്തരമായി കിട്ടുന്നത് എ ബൈ സി ആയിരിക്കും. ഇസഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എ ബൈ സി ആയിരിക്കും. കണ്ടല്ലോ? എ ബൈ സി. അപ്പോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് bilinear map T of Z in whole C plus infinity plane. സിയും ഇൻഫിനിറ്റിയും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, അതൊരു ഇൻഫിനിറ്റിയും കൂടെ ഒരു കോംപ്ലക്സ് നമ്പറായി അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബൈലീനിയർ മാപ്പിന്റെ ഡെഫിനിഷൻ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആകും. നിങ്ങൾ സാധാരണ ഒരു ബൈലീനിയർ മാപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. എ ഇസഡ് പ്ലസ് ഡി ബൈ സി ഇസഡ് പ്ലസ് ഡി ആണ്. പക്ഷെ അപ്പോഴും നമുക്ക് ഇൻഫിനിറ്റി കൊടുക്കാനും പറ്റത്തില്ല, മൈനസ് ഡി ബൈ സി കൊടുക്കാനും പറ്റത്തില്ല. കാരണം ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പോൾ അത് രണ്ടും ഒഴിവാക്കിയിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ കോംപ്ലക്സ് നമ്പർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ എഴുതി വെച്ചു. എന്നിട്ട് മൈനസ് ഡി ബൈ സി എന്ത് ചെയ്യുമെന്ന് നോക്കി. ഡിനോമിനേറ്റർ 0 ആയി. ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ വാല്യൂ ഇൻഫിനിറ്റി ആയി. ഇൻഫിനിറ്റി എഴുതി വെച്ചു. ഇനി ഇൻഫിനിറ്റി കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇൻഫിനിറ്റി കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നാണ് ഇപ്പൊ സൈഡ് ചെയ്തത്. അങ്ങനെ നമുക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ എ ബൈ സി കിട്ടുമെന്നും നമ്മൾ കണ്ടു. ആൻഡ് ദിസ് ഇസ് ദ എക്സ്റ്റെൻഡഡ് ഡെഫിനിഷൻ ഓഫ് യുവർ ബൈലീനിയർ മാപ്പ്. എക്സ്റ്റെൻഡഡ് ഡെഫിനിഷൻ ഓഫ് യുവർ ബൈലീനിയർ മാപ്പ്. ഓൾസോ എ ഡി മൈനസ് ബി സി നോട്ട് ഈക്വൽ ടു 0. ഈ കാര്യം ഒരിക്കലും കൈവിടരുത്. ഈ ഒരു പ്രോപ്പർട്ടി എപ്പോഴും ഉണ്ട്. എ ഡി മൈനസ് ബി സി നോട്ട് ഈക്വൽ ടു 0. കണ്ടല്ലോ? അത്രേ ഉള്ളൂ. ടി ഓഫ് ഇസഡ് ഈക്വൽ ടു എ ഇസഡ് പ്ലസ് ബി ബൈ സി ഇസഡ് പ്ലസ് ഡി വെൻ സി ഇസഡ് does not belongs to infinity, minus t by c is infinity when z equal to minus t by c, a by c when z equal to infinity. കഴിഞ്ഞു. കണ്ടല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്റ്റെൻഡഡ് ഡെഫിനിഷൻ. ഈ എക്സ്റ്റെൻഡഡ് ഡെഫിനിഷൻ വെച്ചിട്ടാണ് ഇനി നമ്മുടെ മെയിൻ പ്രോബ്ലം എല്ലാം ചെയ്യുന്നത്. ഇതുവരെ പഠിപ്പിച്ചതൊക്കെ വേണമെങ്കിൽ 1 വേർഡിനായിരിക്കും ചോദിക്കുന്നത്. 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ സൈഡിൽ ചെയ്തതൊക്കെ ചിലപ്പോൾ ചോദിക്കാം. പക്ഷെ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു 8 മാർക്ക്, ചിലപ്പോഴൊക്കെ 15 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യന്റെ കൂടെ വരാം. ഇനി അടുത്ത് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലം എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 3 പോയിന്റ് തരും. ആ 3 പോയിന്റിന്റെ ഇമേജും തരും. നിങ്ങൾക്ക് ഒരു 3 പോയിന്റ് തരും. ആ 3 പോയിന്റിന്റെയും ഇമേജും തരും. നമുക്ക് ബൈലീനിയർ മാപ്പ്, അത് ചെയ്യുന്ന ബൈലീനിയർ മാപ്പ് കണ്ടുപിടിക്കണം. അതാണ് പ്രോബ്ലം. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. പ്രോബ്ലം ഇതാണ്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് complex mapping. Find a complex mapping which maps 1 for infinity to 0 1 minus I 1 plus I. ഇതാണ് ക്വസ്റ്റ്യൻ.
a complex mapping which maps 1 for infinity to 0 1 minus I 1 plus I. അതായത് ഈ നിങ്ങൾ പറയുന്ന കോംപ്ലക്സ് മാപ്പിംഗ് 1നെ 0യിലേക്ക് മാപ്പ് ചെയ്യും, 4നെ 1 മൈനസ് ഐയിലേക്ക് മാപ്പ് ചെയ്യും, ഇൻഫിനിറ്റിയെ 1 പ്ലസ് ഐയിലേക്ക് മാപ്പ് ചെയ്യും. അങ്ങനെയുള്ള ബൈലീനിയർ മാപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ആ ബൈലീനിയർ മാപ്പിലുള്ള കോൺസ്റ്റന്റുകളില്ലേ എ ബി സി ഡി അവരെ കണ്ടുപിടിക്കണമെന്ന് മാത്രം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Okay, we have to find the complex map which maps 1 for infinity to 0 1 minus I 1 plus I. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പോകുന്നു. For solution, let T of Z is equal to AZ plus B by ZZ plus D. AZ plus B by CZ plus D be the required complex map. ഇതാണ് നമ്മുടെ റിക്വയർഡ് കോംപ്ലക്സ് മാപ്പ് എന്ന് വിചാരിക്കുക. ഈ കാര്യം ചെയ്യുന്നത് 1നെ 0യിലേക്കും 4നെ 1 മൈനസ് ഐയിലേക്കും ഇൻഫിനിറ്റിയെ 1 പ്ലസ് ഐയിലേക്കും മാപ്പ് ചെയ്യുന്ന കോംപ്ലക്സ് മാപ്പ് ഇയാളാണെന്ന് വിചാരിക്കുക. where AD minus BC not equal to 0. AD minus BC not equal to 0. കാണാലോ? അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കോംപ്ലക്സ് മാപ്പ്. നമുക്കിനി എ ബി സി ഡി ഇവരെ കണ്ടുപിടിക്കണം. ആദ്യം തന്നിട്ടുള്ള എന്താണ്? 1 maps to 0. 1 ഈ ഫംഗ്ഷനിൽ 1 കൊടുത്താൽ 0 ഉത്തരമായിട്ട് കിട്ടും. ദാറ്റ് ഇസ് T of 1 is equal to 0. T of 1ന്റെ ഉത്തരം 0 ആണ്. അപ്പൊ T എന്ന് പറയുന്ന ആളാരാണ്? A into Z. A into 1 plus B by C into Z. 1 plus D is equal to 0. That is, ഇയാൾ അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇയാളും 0 ആയി മാറും. അങ്ങനെ A plus B is equal to 0 എന്ന് കിട്ടും. Therefore, B is equal to minus A എന്ന് കിട്ടും. B is equal to minus A. ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതി വെക്കുക. B is equal to minus A. B is equal to minus A, ഫസ്റ്റ് ഇക്വേഷൻ കഴിഞ്ഞു. Now, രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ്? 4നെ 1 മൈനസ് ഐയിലോട്ട് മാപ്പ് ചെയ്യും. 4 maps to 1 minus I. 4നെ നമ്മൾ 1 മൈനസ് ഐയിലോട്ട് മാപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ that is T of 4 is equal to 1 minus I. 1 minus I. T of 4 എന്ന് പറയുമ്പോൾ A into Z. Zന്റെ പകരം 4 plus B by C into 4. C into Z plus D is equal to 1 minus I. Is equal to 1 minus I. കണ്ടല്ലോ? ഇത് നമുക്ക് 2 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇയാളെ നമുക്ക് 2 ആയിട്ട് മാർക്ക് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, പക്ഷെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ. മൂന്നാമത്തതായിട്ട് തന്നിട്ടുള്ളത് എന്താണ്? തന്നിട്ടുള്ളത് ഇൻഫിനിറ്റിയെ 1 പ്ലസ് ഐയിലോട്ട് മാപ്പ് ചെയ്യും. ഇൻഫിനിറ്റി ഈസ് മാപ്ഡ് ടു 1 പ്ലസ് ഐ. Therefore, T of infinity is equal to 1 plus I. T of infinity is equal to 1 plus I. കണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റി, ടിയില് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്താണെന്നുള്ളത് ടിയുടെ എക്സ്റ്റെൻഡഡ് ഡെഫിനിഷനിലുണ്ട്. ടിയുടെ എക്സ്റ്റെൻഡഡ് ഡെഫിനിഷൻ അനുസരിച്ച് Z ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരമായിട്ട് കിട്ടുന്നത് A by C ആണ്. Z ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരമായി കിട്ടുന്നത് A by C ആണ്. കണ്ടല്ലോ? അപ്പോൾ A by C is equal to 1 plus I എന്ന് കിട്ടും. That is, C is equal to A by 1 plus I എന്ന് കിട്ടും. C is equal to A by 1 plus I എന്ന് കിട്ടും. കണ്ടല്ലോ? C is equal to A by 1 plus I. തേർഡ് ഇക്വേഷൻ. C യുടെ വാല്യൂ കിട്ടി.
ഓക്കെ, സിയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് എ കിട്ടി. ആദ്യം ബിയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് എ കിട്ടി, ബി ഈക്വൽ ടു മൈനസ് എ. we will substitute 1 and 3 into 1ന്റെയും 3യുടെയും വാല്യൂസ്, 1ൽ നിന്നും 3യിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? A4 പ്ലസ് ബി ബൈ C4 പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 1 മൈനസ് ഐ എന്നായിരുന്നു നമ്മുടെ തേർഡ് ഇക്വേഷൻ. അവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും തേർഡ് ഇക്വേഷനിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. therefore A4നെ ഞാൻ 4a എന്ന് എഴുതുന്നു. 4a പ്ലസ് ബിക്ക് പകരം എന്താണ് ഫസ്റ്റ് ഇക്വേഷനിൽ പറയുന്നത്? ബി ഈക്വൽ ടു മൈനസ് എ എന്നാണ്. ഞാൻ അത് ഇവിടെ കൊടുക്കുന്നു. ബൈ 4 ഇൻറ്റു സിക്ക് പകരം എന്താണ് വാല്യൂ പറയുന്നത്? എ ബൈ 1 പ്ലസ് ഐ. ആ വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കുന്നു. എ ബൈ 1 പ്ലസ് ഐ, എ ബൈ 1 പ്ലസ് ഐ പ്ലസ് ഡി, എ ബൈ 1 പ്ലസ് ഐ പ്ലസ് ഡി. കണ്ടല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഐ, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഐ. കണ്ടല്ലോ, മുകളിൽ 4a മൈനസ് എ 3a ആണ്. 4a മൈനസ് എ 3a ആണ്. കണ്ടല്ലോ, താഴെ 1 പ്ലസ് ഐ, 1 പ്ലസ് ഐനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? LCM എടുക്കാം. therefore 4a പ്ലസ് ഡി ഇൻറ്റു 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ divided by 1 plus I is equal to 1 minus I, which is equal to 1 minus I. ഡിനോമിനേറ്റർ കിടക്കുകയാണ്, റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ മുകളിൽ പോകുമ്പോൾ എന്താണ് വ്യത്യാസം നോക്കാം. that is 1 plus I into 3a divided by ഡിനോമിനേറ്ററിലുള്ളത് 4a plus d into 1 plus I, 4a plus d into 1 plus I is equal to 1 minus I, is equal to 1 minus I. കഴിഞ്ഞു. ഇനി നമുക്ക് ഇയാളെ അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1 plus I into 3a is equal to 1 minus I into 4a plus d into 1 plus I plus d into 1 plus I. കണ്ടല്ലോ, ഇനി അകത്തേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ അകത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 into 4a 4a, 1 into 4a 4a, 1 into d into 1 plus I, therefore d into 1 plus I. ഇനി മൈനസ് ഐ ചെയ്യുമ്പോൾ മൈനസ് 4ai, മൈനസ് 4ai. ഇനിയും മൈനസിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഡി ഇൻറ്റു മൈനസ് ഐ ഇൻറ്റു ഡി ഇൻറ്റു 1 പ്ലസ് ഐ, മൈനസ് ഐ ഇൻറ്റു ഡി ഇൻറ്റു 1 പ്ലസ് ഐ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഐ ഇൻറ്റു 3a, 1 പ്ലസ് ഈ സൈഡിലെ 1 പ്ലസ് ഐ ഇൻറ്റു 3a. ഇവിടെ ഡിയുടെ 2 ടേം ആണുള്ളത്. ആ ഡിയുടെ 2 ടേമിനെ നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. എന്നിട്ട് എയുടെ ടേമിനെ എല്ലാം നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. എയുടെ ടേമിനെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഡിയുടെ ടേമിനെ എല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, ഈ സൈഡിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഡി ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് ഐ ഇൻറ്റു ഡി ഇൻറ്റു 1 പ്ലസ് ഐ. ഈ സൈഡിലെ രണ്ടുപേരെ മെയിൻറ്റെയിൻ ചെയ്തു. ഇവരെ രണ്ടുപേരെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. അവിടെ ഓൾറെഡി 1 പ്ലസ് ഐ ഇൻറ്റു 3a ഉണ്ട്, 1 പ്ലസ് ഐ ഇൻറ്റു 3a ഉണ്ട്. എന്നിട്ട് ഇയാൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 4a പ്ലസ് 4ai പ്ലസ് 4ai. കണ്ടല്ലോ, ഇവിടെ ഞാൻ ഡിനെ കോമൺ എടുക്കുന്നു. ഡിനെ കോമൺ എടുക്കുമ്പോൾ നമുക്ക് 1 പ്ലസ് ഐ പിന്നെ മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ, 1 plus I minus I into 1 plus I, which is equal to, ഇവിടെ ഞാൻ എനെ കോമൺ എടുക്കുന്നു. എനെ കോമൺ എടുക്കുമ്പോൾ 3 into 1 plus I minus 4 plus 4i
പ്ലസ് 4i കഴിഞ്ഞു. ഇനി ഇയാളെ അകത്തുള്ള ആളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് ഐ മൈനസ് ഐനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ ഇൻറ്റു ഐ ഇൻറ്റു ഐ മൈനസ് 1 പിന്നെ ഒരു 1 കൂടെ ഉണ്ട്. അപ്പൊ -1 പ്ലസ് 1 അടുത്ത വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 3 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 പ്ലസ് 3i -4 പ്ലസ് 4i. അപ്പൊ ഇവിടെ മൈനസ് ഐ പ്ലസ് ഐ കൊണ്ട് അത് പോവും, പിന്നെ 2 മാത്രമാവും. therefore d into 2 is equal to a into 3 minus 4. 3 minus 4 that will be -1. പിന്നെ 3i plus 4i will be 7i. 3i plus 4i will be 7i. therefore finally ഇവിടെ നിന്ന് നമുക്ക് എഴുതാം d is equal to a by 2 into -1 plus 7i. ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഫോർത്ത് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്തു. നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡിനെ ഇൻ ടേംസ് ഓഫ് എയിൽ എഴുതി. തേർഡ് ഇക്വേഷനെ നോക്കിക്കഴിഞ്ഞാൽ സിനെ ഇൻ ടേംസ് ഓഫ് എ എന്ന് എഴുതി. ആൻഡ് ഫൈനലി ഫോർത്ത് ഇക്വേഷനിൽ ഞാൻ ഡി ഇൻ ടേംസ് ഓഫ് എ എന്ന് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോ എ ബി സി ഡി എല്ലാവരുടെ വാല്യൂസും ഇൻ ടേംസ് ഓഫ് എ നമുക്ക് കിട്ടി. ഇനി നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് പോകാം. ടി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എ ഇസഡ് പ്ലസ് ബി ബൈ സി ഇസഡ് പ്ലസ് ഡി. കണ്ടുപിടിച്ച വാല്യൂസ് എല്ലാം തിരിച്ചു കൊടുക്കാം. എ തന്നെയാണ്. ബി എന്ന് പറയുന്നത് മൈനസ് എ എന്ന ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടി. സി എന്ന് പറയുന്നത് എ ബൈ 1 പ്ലസ് ഐ ആണെന്ന് മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടി. ആൻഡ് നാലാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയത് എന്താണ്? എ ബൈ 2 ഇൻറ്റു -1 പ്ലസ് 7i ആണ് ഡി. ഫ്രം 1, 3 and 4. ഫസ്റ്റ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ, ഫോർത്ത് ഇക്വേഷൻ, അവൽ നിന്നാണ് നമുക്ക് ഈ വാല്യൂസ് എല്ലാം കിട്ടിയത്. പ്ലീസ് നോട്ട് ദാറ്റ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എ കോമൺ ആണ്. അപ്പോൾ ഞാൻ അയാളെ എ കോമൺ എടുക്കുന്നു. ഇസഡ് പിന്നെ മൈനസ് ചെയ്യുന്ന ഏത് കോമൺ എടുത്താൽ -1 ഡിവൈഡഡ് ബൈ എ കോമൺ എടുക്കുന്നു. ബാക്കി ഇസഡ് ബൈ 1 പ്ലസ് ഐ എ കോമൺ എടുക്കുന്നു. there will be plus -1 plus 7i by 2. ഇത് z ആണ് കേട്ടോ, z by 2. എ അവിടെയും കോമൺ എടുത്തു. ക്യാൻസൽ ചെയ്ത് കളയാം, എയും ക്യാൻസൽ ചെയ്ത് കളയാം. അവസാനം നമുക്ക് കിട്ടുന്നത് z -1 by z by 1 plus i plus -1 plus 7i by 2. നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ വെച്ച് ബൈലീനിയർ മാപ്പ് ആയി കഴിഞ്ഞു. എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ 1 by 1 plus i, ഡിയുടെ വാല്യൂ -1 plus 7i by 2. ഇവിടെ വെച്ച് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ അയാളെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്യാണ്. വിച്ച് ഇസ് ഈക്വൽ ടു z മൈനസ് ഐ ബൈ, ഞാൻ ഇവിടെ എന്താണ് ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് ഇയാളുടെ കോഎഫിഷ്യന്റ് സെയിം ആക്കാൻ നോക്കുകയാണ്. therefore 2 into z plus 1 plus i into -1 plus 7i divided by 2 into 1 plus i. therefore this will be z minus 1 by 2z. Now 1 into -1 is -1. 1 into 7i, 7i. I into -1 minus i. I into 7i, i -1 ആണ്, അതുകൊണ്ട് -7 divided by 2 into
1 plus I. 2 into 1 plus I. Therefore, we will get ചെറിയ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. Z minus 1 divided by 2Z. പിന്നെ ഇവിടെ -1 -7, that is -8. -8. 7I minus I, 6I plus 6I divided by 2 into 1 plus I. 2 into 1 plus I. ഈ പുള്ളിക്കാരനെ മുകളിലേക്ക് കൊണ്ടുപോവാം, ഇയാളെ മുകളിലേക്ക് കൊണ്ടുപോവാം. Therefore, we will get 2 into 1 plus I into Z minus 1 divided by 2Z plus minus 8 by 6I. -8 by 6I. കുറച്ചുകൂടെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും T of Z is equal to 2 into 1 plus I into Z minus 2 into 1 plus I അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തതാണ് divided by 2Z plus -8 plus 6I കിട്ടി. Therefore, യുടെ വാല്യൂ എന്ന് പറയുന്നത് 2 into 1 plus I, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -2 into 1 plus I, and സിയുടെ വാല്യൂ 2 and ഡിയുടെ വാല്യൂ -8 plus 6I. -8 plus 6I. We are done. കഴിഞ്ഞു. T of Z കണ്ടുപിടിച്ചു. അവസാനത്തെ സ്റ്റെപ്പ് എസെൻഷ്യൽ അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാം, ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ -1, സിയുടെ വാല്യൂ 1 by 1 plus I, ഡിയുടെ വാല്യൂ -1 plus 7I by 2. ഇങ്ങനെ വേണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം, പ്രശ്നമില്ല. പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു എന്ന് മാത്രം, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ എന്താണ് വാല്യൂസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ട പരിപാടി കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the complex mapping. Which maps 0, 2i, -2i onto -1, 0, ഇൻഫിനിറ്റി. അതായത് 0 കൊടുത്തു കഴിഞ്ഞാൽ -1 ഉത്തരമായിട്ട് വരും, 2i കൊടുത്തു കഴിഞ്ഞാൽ 0 ഉത്തരമായിട്ട് വരും, -2i കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ഉത്തരമായിട്ട് വരും, ഇൻഫിനിറ്റി ആൻസർ ആയിട്ട് വരും. കണ്ടല്ലോ, അതാണ് നമ്മുടെ കോംപ്ലക്സ് മാപ്പിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഈ കോംപ്ലക്സ് മാപ്പിംഗ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ് T of Z പഴയ പോലെ തന്നെ T of Z equal to AZ plus B by CZ plus D be the required complex map. അയാളാണെന്ന് വിചാരിക്കുക. കോംപ്ലക്സ് മാപ്പ് ഇയാളാണ്. such that AD minus BC not equal to 0. AD minus BC not equal to 0. ആദ്യത്തെ കാര്യം എന്താണ് പറയുന്നത്? 0 -1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. 0 -1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. That is T of 0 is equal to -1. T of 0 equal to -1. 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? A into 0 plus B by C into 0 plus D is equal to -1. Therefore, B by D ആവും. മുകളിൽ A into 0 0, C into 0 0, B by D is equal to -1. Therefore, B by D ആണ് കേട്ടോ, ഞാനത് സെറ്റ് ചെയ്തു. B by D is equal to -1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ D is equal to -B എന്ന് കിട്ടും. D is equal to -B. ഓക്കെ, ഇയാളെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതുക. നൗ രണ്ടാമത് പറയുന്നത് എന്താണ്? 2i നെ
നമ്മൾ 0യിലേക്ക് മാപ്പ് ചെയ്യും. 2y കൊടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും ഉത്തരം. അതായത് T of 2y is equal to 0. T of 2y is equal to 0. അപ്പോൾ നമ്മൾ എഴുതുന്നു a into 2y plus b by c into 2y plus d is equal to 0. അതായത് ഇയാളെ അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a into 2y plus b is equal to 0. Therefore, ഇവിടെ നിന്ന് നമ്മൾ a നെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ a is equal to minus b by 2y. a നെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ a is equal to minus b by 2y. രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് മൂന്നാമത്തെ വാല്യൂ കൊടുക്കണമല്ലോ. മൂന്നാമത്തെ വാല്യൂ എന്താണ് പറയുന്നത്? മൂന്നാമത്തെ വാല്യൂ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ -2y കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റി ഉത്തരമായി വരും. -2y കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ഉത്തരമായിട്ട് വരും. നിങ്ങൾ നമ്മുടെ കോംപ്ലക്സ് മാപ്പിംഗിന്റെ എക്സ്റ്റെൻഡഡ് ഡെഫിനിഷൻ ഒന്ന് നോക്കുക. എക്സ്റ്റെൻഡഡ് ഡെഫിനിഷൻ അനുസരിച്ച് ഇൻഫിനിറ്റി ഉത്തരമായി വരണമെങ്കിൽ നിങ്ങൾ -d/c വേണം ഇസഡിന്റെ സ്ഥാനത്ത് കൊടുക്കാൻ. നിങ്ങൾ -d/c, we know that T of -d/c is equal to infinity. T of -d/c കൊടുത്താലാണ് ഇൻഫിനിറ്റി വരുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെ നിങ്ങൾ പറയുന്നു -2y കൊടുത്തപ്പോഴാണ് ഇൻഫിനിറ്റിയിലേക്ക് പോയത്. therefore -2y ആണ് നിങ്ങളുടെ d/c. -2y ആണ് നിങ്ങളുടെ d/c. therefore -2y is equal to d/c. -2y is equal to your d/c. പക്ഷെ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം d is equal to -b ആണെന്ന്. d is equal to -b ആണെന്ന് നമുക്കറിയാം. അയാളെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. -2y is equal to -b/c. ഫ്രം 1 എന്ന് എഴുതാമേ. ഫ്രം 1 ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കിട്ടും d is equal to -b/c. therefore അത് വെച്ചിട്ട് മൈനസ് പോകും. c നെ നമുക്ക് അപ്പുറത്തെടുക്കാം, 2 നെ ഇപ്പുറത്തേക്ക് എടുക്കാം. c is equal to b/2y. c is equal to b/2y. കണ്ടല്ലോ, കഴിഞ്ഞു. അപ്പോൾ എയുടെ വാല്യൂ അപ്പോൾ നമുക്ക് അത് കിട്ടി. ഇയാളെ നമ്മൾ തേർഡ് ഇക്വേഷൻ ആയിട്ട് എഴുതുന്നു. തേർഡ് ഇക്വേഷൻ കണ്ടല്ലോ. സിയുടെ വാല്യൂ ഇസ് ഡൺ. സിയുടെ വാല്യൂ ഒരു ഡൗട്ട് ഉണ്ടേ. -t/c ആണ് കേട്ടോ. -d/c ആണ്. അപ്പൊ -t എന്ന് പറയുമ്പോൾ +b ആണ് കിട്ടുന്നത്. അപ്പോ ഇവിടെ ഒരു മൈനസ് സേവ് ആവും കേട്ടോ. മൈനസ് ഉണ്ടാകും. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ് കേട്ടോ. മൈനസ് ഉണ്ട്. ഓക്കെ, മൈനസ് ഉണ്ട്. -b/2y കണ്ടല്ലോ. അപ്പൊ സിയുടെ വാല്യൂ എല്ലാ വാല്യൂ നമുക്ക് കിട്ടി. ഇവിടെ നോക്കുക, ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനിൽ d നെ ഇൻ ടേംസ് ഓഫ് b എഴുതി, സെക്കൻഡ് ഇക്വേഷൻ a നെ ഇൻ ടേംസ് ഓഫ് b എഴുതി, എന്നിട്ട് തേർഡ് ഇക്വേഷൻ c നെ ഇൻ ടേംസ് ഓഫ് b എഴുതി. ഓക്കെ, ആ ഒരു പ്രത്യേകത അവിടെയുണ്ട്, ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നേരെ ഈ വാല്യൂസ് എല്ലാം നമ്മുടെ ബൈലീനിയറിന്റെ ഇക്വേഷനിൽ എടുത്ത് കൊടുക്കാം. T of z is equal to az plus b by cz plus d. എയുടെ വാല്യൂ ഫ്രം 2, എയുടെ വാല്യൂ -b/2y ആണ്. -b/2y ഇൻറ്റു z പ്ലസ് b തന്നെ ഡിവൈഡഡ് ബൈ സിയുടെ വാല്യൂ തേർഡ് ഇക്വേഷനിൽ നിന്ന് -b/2y ആണ്. തേർഡ് ഇക്വേഷനിൽ നിന്ന് അത് -b/2y ആണ് ഇൻറ്റു z പ്ലസ് ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് -b ആണ്. ഫ്രം 1, 2, 3 മൂന്ന് ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഈ കൺക്ലൂഷനിൽ എത്തിയത്. മുകളിലും താഴെയും b കോമൺ ആണ്. ഞാൻ b കോമൺ ആയി പുറത്തേക്ക് എടുക്കുന്നു. therefore -z/2y പ്ലസ് 1 ഡിവൈഡഡ് ബൈ, വീണ്ടും b കോമൺ എടുക്കുന്നു. therefore -z/2y -1. ബിയും ക്യാൻസൽ ആവുന്നു. ബിയും ക്യാൻസൽ ആവും. ഓക്കെ, എന്നിട്ട് -z/2y പ്ലസ് 1 ഡിവൈഡഡ് ബൈ -z/2y -1. ഈ 2y അങ്ങോട്ട് എന്താണ് LCM പോലെ എടുത്ത് നമുക്ക് അത് സെപ്പറേറ്റ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു -z പ്ലസ് 2y
by 2y divided by minus z minus 2y by 2y, which is equal to minus z plus 2y by 2y into ഇയാളുടെ റെസിപ്രോക്കൽ ആണ് മുകളിലേക്ക് പോകുന്നത് 2y into minus z minus 2y. 2y യും 2y യും cancel ആയി പോകും and your final answer will be like minus z plus 2y divided by minus z minus 2y. Minus z minus 2y. കണ്ടല്ല, ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ. ദിസ് ഇസ് യുവർ റിക്വയർഡ് ടി ഓഫ് z. ദിസ് ഇസ് യുവർ റിക്വയർഡ് ടി ഓഫ് z. കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാർട്ടിക്കുലർ സ്റ്റെപ്പ് വെച്ച് നിർത്താം കേട്ടോ. ഈ ഒരു പാർട്ടിക്കുലർ സ്റ്റെപ്പ് വെച്ച് നിർത്താം. പക്ഷെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി എന്ന് മാത്രം. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ആൻഡ് ദിസ് ഈസ് ഹൗ യു ഫൈൻഡ് യുവർ കോംപ്ലക്സ് മാപ്പിംഗ്. ഇങ്ങനെയാണ് കോംപ്ലക്സ് മാപ്പിംഗ് നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഡൺ.